വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ പല്ല് സെറ്റ് വെക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പല്ല് സെറ്റ് വെച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡെന്റൽ റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പല്ല് സെറ്റ് വെച്ചതിന് ശേഷം മാനസികമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ നമ്മൾ വായിൽ ആദ്യമായിട്ടൊരു സാധനം വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്കത് ശീലമാവും. ആദ്യമായിട്ട് പല്ല് സെറ്റ് വെക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ താനെ മാറി വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സംസാരിക്കാനായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ബുക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എടുത്തു വെച്ചിട്ട് അത് വായിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സംസാരം ക്ലിയർ ആയി വരും. പിന്നെ നമുക്ക് പല്ല് സെറ്റ് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ പാടായിരിക്കും. പക്ഷെ നമ്മളത് വെള്ളം കുടിക്കുന്ന സമയത്ത് പല്ല് സെറ്റ് അനങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നാക്കുകൊണ്ട് കറക്റ്റ് പൊസിഷനിലോട്ട് കൊണ്ട് പഴയതുപോലെ വെക്കാൻ ശ്രമിക്കുക. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഞ്ചർ ആണെങ്കിലും, നല്ല ഇറുക്കമുള്ള ഒരു ഡെഞ്ചർ ആണെങ്കിലും, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ചെറിയ രീതിയിൽ അനങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അനങ്ങുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുക. പല്ല് സെറ്റ് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഗ്രാജുവലി നല്ല കട്ടിയുള്ള ഫുഡിലോട്ട് പോവുക. ഒരു 1 month ഒക്കെ സോഫ്റ്റ് ഫുഡ് കഴിച്ച് ശീലമായതിനു ശേഷം മാത്രമേ ഹാർഡായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് പല്ല് സെറ്റ് വെച്ച് ഫുഡ് കഴിക്കുമ്പോൾ 1-2 ദിവസം നമുക്ക് വേദനയൊക്കെ അനുഭവപ്പെടും. പക്ഷെ അത് താനെ മാറുന്നതാണ്. എന്നാൽ ഇതിന്റെ ഒരു ഷാർപ്പ് എൻഡ് കൊണ്ട് നമ്മുടെ മോണയൊക്കെ മുറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെന്റിസ്റ്റിനെ വന്ന് കണ്ട് അതിന്റെ ഷാർപ്പ് എൻഡ് ഒക്കെ സ്മൂത്ത് ചെയ്തിട്ട് പോവാവുന്നതാണ്. പല്ല് സെറ്റ് വെച്ച് 1-2 ദിവസം നമുക്ക് ഉപ്പിട്ട് വെള്ളം പിടിക്കുന്നത് മോണയ്ക്ക് നല്ലതാണ്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് പല്ല് സെറ്റ് ഊരി വളരെ നേർത്ത ബ്രിസിൽസ് ഉള്ള ബ്രഷ് കൊണ്ട് വൃത്തിയാക്കുക. ഒരുപാട് ഹാർഡ് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കാതിരിക്കുക. വൃത്തിയാക്കിയതിനു ശേഷം അത് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതുമാണ്. കുറച്ചു നാൾ നമ്മൾ ഈ പല്ല് സെറ്റ് യൂസ് ചെയ്യാതിരുന്നാൽ അതിന്റെ ഷേപ്പിനും സ്ട്രക്ചറിനും ഒക്കെ വ്യത്യാസം വരാം. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന സമയം, എപ്പോഴെങ്കിലും യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പല്ല് സെറ്റ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഫ്രജൈലാണ്, പൊട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഊരുന്ന സമയത്തും വെക്കുന്ന സമയത്തും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഒരു പുതിയ പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഇനി കാലാകാലം ഈ സെറ്റാണ് നമ്മുടേത് എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഓരോ പല്ല് സെറ്റും 5 വർഷം കഴിഞ്ഞ് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോണയ്ക്ക് വരുന്ന മാറ്റങ്ങള് ഇതെല്ലാം കാരണം വെക്കുന്ന സെറ്റ് ചുരുങ്ങാനും ലൂസ് ആവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാല് ഇയർലി ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പല്ല് സെറ്റിന്റെ ഷാർപ്പ് എൻഡ്സ് ഒക്കെ തട്ടിയിട്ട് മോണയൊക്കെ മുറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ടത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മുറിവൊക്കെ ചാരമാക്കാതെ നടന്നു കഴിഞ്ഞാൽ അതൊരു ക്രോണിക് അൾസർ സ്റ്റേജിലോട്ട് കൊണ്ടെത്തിക്കും. പിന്നെ ഒരിക്കലും നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ഡെഞ്ചറുമായിട്ട് നമ്മുടെ ഡെഞ്ചറിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഡെഞ്ചർ വെച്ചിട്ട് നമുക്ക് പുതിയ ഡെഞ്ചർ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിന് കാരണം പഴയ ഡെഞ്ചർ പഴയ മോണയുടെ അളവിന് ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ പുതിയ ഡെഞ്ചർ നിങ്ങളുടെ ഇപ്പോഴത്തെ മോണയുടെ കണ്ടീഷൻ വെച്ചിട്ട് എത്രത്തോളം മോണയിൽ പിടുത്തമുണ്ട് എന്നെല്ലാം നോക്കിയിട്ടായിരിക്കും പുതിയ ഡെഞ്ചർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡെന്റിസ്റ്റിനോട് സജഷൻസ് പറയാം. നിങ്ങളുടെ പഴയ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പല്ല് വേണം, നിങ്ങളുടെ പഴയ ഫേസ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് സജഷൻസ് പറയുന്നതുമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഡെഞ്ചർ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യവും നമ്മൾ ചെയ്ത് വന്നാലേ ശീലമാകും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഡെഞ്ചറും നമ്മൾ വെച്ച് വരുമ്പോഴേ അത് ശീലിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.